കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ പിതൃസഹോദര പുത്രനും കേന്ദ്രമന്ത്രി മനേകാ ഗാന്ധിയുടെ മകനുമായ വരുൺ ഗാന്ധി കോൺഗ്രസിലേക്കെന്ന് സൂചന. നിലവിൽ ബിജെപി എംപിയാണ് വരുൺ ഗാന്ധി. വരുൺ ഗാന്ധിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയം കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഇടം പിടിക്കുമെന്നാണ് സൂചന. ബിജെപിയുടെ മികവുറ്റ പ്രാസംഗികനും ബുദ്ധിജീവിയുമായിരുന്നു വരുൺ ഗാന്ധി. ഉത്തർപ്രദേശിലെ സുൽത്താൻപൂരിനെയാണ് വരുൺ ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്നത്. ബിജെപി നേതൃത്വവുമായി അകന്നു കഴിയുന്ന വരുൺ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നു. ബിജെപിയുടെ താരപ്രചാരക സംഘത്തിൽ നിന്നും വരുൺ പുറത്തായിരിക്കുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് വരുൺ പുസ്തകം എഴുതുകയായിരുന്നു. മോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെ മകന്റെ ഭാവി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയാണെന്ന് അമ്മ മനേകാ ഗാന്ധി പറഞ്ഞിരുന്നു. ഇതോടെ വരുണിന്റെ കഷ്ടകാലവും തുടങ്ങി. ബിജെപി നേതൃത്വം പതിയെ വരുണിനെ മാറ്റി നിർത്താൻ തുടങ്ങി. ഉത്തർപ്രദേശിലെ പില്ലിഭത്ത് മണ്ഡലത്തെയാണ് മനേകാ ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്നത്. മകൻ കോൺഗ്രസിലേക്ക് പോയാലും മനേകയ്ക്ക് ബിജെപിയിൽ തുടരാം. എന്നാൽ വരുൺ ഗാന്ധിയുടെ കോൺഗ്രസ് പ്രവേശനത്തെപ്പറ്റി കോൺഗ്രസും ബിജെപിയും ഔദ്യോഗികമായി മൌനത്തിലാണ്. എഐസിസി ജനറൽ സെക്രട്ടറിയായി പ്രിയങ്ക ഗാന്ധിയെ നിയോഗിച്ചതോടെ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് പുനരുജ്ജീവനത്തിന്റെ പാതയിലാണ്. ഉത്തർപ്രദേശിൽ 11 മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിൽ അമേഠിയിൽ നിന്നും രാഹുൽ ഗാന്ധിയും റായ്ബറേലിയിൽ നിന്ന് സോണിയാഗാന്ധിയും ഉൾപ്പെടുന്നു. SPP RLD സഖ്യത്തിൽ നിന്ന് പുറത്തായെങ്കിലും സംസ്ഥാനത്ത് ത്രികോണ മത്സരം കാഴ്ചവെക്കാൻ പര്യാപ്തതയുള്ള കക്ഷിയാണ് കോൺഗ്രസ്. ഉത്തർപ്രദേശിലെ 80 സീറ്റുകളിലും മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് 11 സീറ്റുകളിൽ മാത്രമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഇതിൽ വരുൺ ഗാന്ധി പ്രതിനിധീകരിക്കുന്ന സുൽത്താൻപൂർ മണ്ഡലം ഉൾപ്പെട്ടില്ല. മഹാസഖ്യവും കോൺഗ്രസും തമ്മിൽ സഖ്യം സംബന്ധിച്ച ചർച്ചകൾ നടത്തുകയാണെന്നാണ് വിവരം. നിലവിൽ പ്രഖ്യാപിച്ച 11 സോണിയുടെയും രാഹുലിന്റെയും മണ്ഡലങ്ങളും കഴിഞ്ഞാൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്ന പ്രധാന മണ്ഡലം സുൽത്താൻപൂരാണ്. ഈ ആവശ്യം വരുൺ ഗാന്ധിയെ മുൻനിർത്തിയാണെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിലെ അടക്കം പറച്ചിൽ.